മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളവർക്ക്, മുടി കൊഴിച്ചിലാണ്, മുടി പൊട്ടിപ്പോവാണ്, എൻ്റെ മുടി നിറയെ നരയാണ്, അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നമുണ്ട്, ഇതെല്ലാം പോരാത്തതിന് മുടിയിലെ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും, തലവേദന ഉണ്ടാകും ചിലവർക്ക് എണ്ണ യൂസ് ചെയ്യുമ്പോൾ അല്ലേ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു അടിപൊളി ഹെയർ ഓയിലാണിത്. ഇതിപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതേപോലെ കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം. വളരെ എഫക്റ്റീവാണ്. ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിതിൽ ചേർക്കുന്നത് തന്നെ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിൽ കാച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കറക്റ്റ് പാകത്തിന് കാച്ചി എടുക്കണം ആ എണ്ണ അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം, കുട്ടികൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞു മോൾക്ക് ഈ ഒരു എണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ മുടി നരക്കുന്ന പ്രശ്നമുള്ളവർക്കാണെങ്കിൽ മുടിയുടെ നര നല്ല രീതിയിൽ മാറ്റി, നരച്ച മുടിയൊക്കെ നല്ല രീതിയിൽ കറുക്കാനായിട്ട്, നാച്ചുറലായിട്ട് നല്ലൊരു കറുത്ത മുടികളാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മുടിക്ക് നല്ല ഷൈൻ കൊടുക്കും, മുടി നന്നായിട്ട് സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കും. നമ്മുടെ റൂട്ടിൽ നിന്ന് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള മുടി ഇഴകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഈ ഒരു എണ്ണ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് ടൈം ഉള്ളപ്പോൾ, ഇപ്പോൾ നമുക്ക് ആഴ്ചയിൽ നമ്മൾ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർ, പുറത്തൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഡെയിലി യൂസ് ചെയ്യണവർക്ക് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യണം ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് യൂസ് ചെയ്യണത് ആഴ്ചയിൽ 2 ദിവസം നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മോൾക്ക് തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കും. ഇവൾക്ക് ഈ ഒരു എണ്ണയുടെ കളർ, ആ ഒരു റെഡ് കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ എണ്ണ കാണുമ്പോൾ തന്നെ, അമ്മേ ഈ മുടിയുടെ കളർ ഇതേപോലെ റെഡ് കളർ ആവുമോ എന്നൊക്കെ ചോദിക്കും എന്നോട്. ഞാൻ പറഞ്ഞാൽ ആ റെഡ് കളർ ആവും എന്ന് പറയുമ്പോൾ അവൾ അടങ്ങി നിന്ന് തരും കേട്ടോ എണ്ണ വെട്ടാനായിട്ട്. അപ്പോൾ ഇത് മുടിയുടെ തുമ്പിലൊക്കെ നമ്മൾ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കുക. മുടിയുടെ ആ ഒരു റൂട്ട് തൊട്ട് നല്ല രീതിയിൽ തലയോട്ടിയിലും മുടിയിടകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും അതുപോലെ ആ ഒരു എണ്ണയുടെ കണ്ടൻറ്റ് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് എണ്ണ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് മുടി ചില ഏരിയയിൽ, അതായത് ചിലപ്പോൾ നെറ്റി കയറുന്ന പ്രശ്നമുള്ളവരുണ്ടാവും, നെറ്റിയിലൊന്നും മുടിയില്ലാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ താഴ്ഭാഗത്ത്, അതായത് ആ കുഞ്ചി ഭാഗത്തൊക്കെ മുടി കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ മുടി ആ ഒരു വശം കൊഴിഞ്ഞിട്ട് കഷണ്ടി പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തേക്കുമ്പോൾ നമുക്ക് ഏതൊരു വശത്താണോ ഇപ്പോൾ നെറ്റി കയറുന്ന പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് നെറ്റിയിൽ നല്ല രീതിയിൽ നേരത്തെ മുടി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ മുടിയില്ലാന്ന് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നെറ്റിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ഇത്തിരി മുഖത്തായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു എണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ബേണിങ്, അതായത് നമ്മുടെ പൊള്ളലേറ്റ സ്കിന്നിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പൊള്ളലേറ്റ പാടുകൾ വരെ മായ്ക്കാൻ നല്ലതാണ്. ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സുകളിലും അതേപോലെ ഫേസ് മാസ്ക് കാര്യങ്ങളിൽ വരെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. വളരെ എഫക്റ്റീവാണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി വൈകിയാണ് യൂസ് ചെയ്യണത്. കാരണം ഇത് എന്താ പറയുക, എനിക്കൊരു പേടിയായിരുന്നു ആദ്യം യൂസ് ചെയ്യാൻ. ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ആദ്യം ഒരു പേടിയായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ വാങ്ങിച്ച് കുറച്ച് നാൾ ഞാൻ യൂസ് ചെയ്തു. അതിന് ശേഷമാണ് എനിക്ക് യാതൊരുവിധ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാനിത് എൻ്റെ മോക്കും ഇപ്പോൾ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വേറൊരു കാര്യം ഉണ്ടെങ്കിൽ, നമുക്ക് തലവേദന ചിലവർക്ക് ഉണ്ടാവില്ല, എണ്ണ കാച്ചി യൂസ് ചെയ്യുമ്പോൾ തലവേദന ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ പനി പിടിക്കാം, ജലദോഷം ഉണ്ടാവും, അങ്ങനെ ഒരു പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര ഹെൽത്തിനും നല്ല രീതിയിൽ എന്താ പറയുക ഗുണങ്ങൾ തരുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ, നല്ല റെഡ് കളറാണ്. അപ്പോൾ ഇത് ശരിക്കും പണ്ട് കാലത്തൊക്കെ കളറിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് കൂടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ വെമ്പാലം പട്ട എന്ന് പറയും ഇതിന് മലയാളത്തിൽ. അതല്ലാതെ ആൽക്കാനൈറ്റ് റൂട്ട് എന്ന് പറയും. അതേപോലെ നമുക്ക് രതൻ ജ്യോത് എന്നൊക്കെ പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരിലാണ്. ഗൂഗിളിൽ ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും പേരൊക്കെ കാണാൻ പറ്റി. രതൻ ജ്യോത്, അതേപോലെ ആൽക്കാനൈറ്റ് റൂട്ട്, വെമ്പാലം പട്ട.
അപ്പോൾ ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. രത്തൻ ജ്യോതിന്നോ അല്ലെങ്കിൽ ആൽക്കനറ്റ് റൂട്ടെന്നോ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതെന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 250 അല്ലെങ്കിൽ 200 ml എണ്ണ, നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വെമ്പാലം പട്ട അല്ലെങ്കിൽ ആൽക്കനറ്റ് റൂട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെയാണ് ഇതിരിക്കുന്നത്. ഈ ഒരു വെമ്പാലം പട്ടയുടെ പൂവും അതിൻ്റെ ആ ഒരു തടിയും വേരും എല്ലാം ഭയങ്കര നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കിന്നും ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സംഭവമാണ്. എല്ലാം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യണത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഒരു 200-250 ml വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ ഒരു സംഭവം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മളിത് കാച്ചി അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു വെമ്പാലം പട്ട ആ ഒരു എണ്ണയോട്ട് മിക്സായിട്ട് ആ ഒരു പട്ടേൻ്റെ ഉള്ളിൽ നിന്ന് ആ കളറ് നമ്മുടെ എണ്ണയിലോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് റെഡ് കളർ കിട്ടുന്നത്. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് നോർമലായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണയുടെ സ്മെല്ല് തന്നെയാണ്. പ്രത്യേകിച്ച് സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനിതിപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഈ ഒരു എണ്ണയിൽ ഇട്ട് വെക്കാറുണ്ട്. ഒരാഴ്ച നല്ല രീതിയിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിലവർ എന്താ പറയുക 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യും. ശരിക്കും ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ നല്ല റെഡ് കളറിൽ കിട്ടുമെങ്കിലും എനിക്ക് തോന്നി ഞാൻ ഒരാഴ്ച വരെ വെക്കുക. കാരണം അതിൻ്റെ സത്ത് മുഴുവൻ, അതായത് ആ ഒരു വെമ്പാലം പട്ടയുള്ള സത്ത് മുഴുവൻ ആ എണ്ണയിലോട്ട് നന്നായിട്ട് ഇറങ്ങാനായിട്ട് ഞാൻ ഒരാഴ്ച വരെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കണ്ടില്ല, ചെറിയൊരു ബോട്ടിൽ എടുക്കുക, എണ്ണ ഒഴിക്കുക, അതിലോട്ട് നമ്മുടെ ഈ ഒരു വെമ്പാലം പട്ടയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 12 മണിക്കൂറോ 24 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്യും. നല്ല റെഡ് കളറിൽ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു എണ്ണയായിട്ട് മാറും. അപ്പോൾ ഞാൻ ഒരാഴ്ച വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ്, അതായത് നമ്മുടെ പുറത്ത് വെയിൽ കൊണ്ട് ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യണത്. വളരെ എഫക്റ്റീവാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഹെയറിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യണേ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.